ടാലി ഹെൽപ്പ് വീഡിയോസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു ഉപയോക്താവിന് അവരുടെ റോൾ അടിസ്ഥാനമാക്കി ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലെ ചില ടൈൽസിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വിധം മനസ്സിലാക്കാം. ബിസിനസ്സിൽ ഡേറ്റ എൻട്രി, അക്കൗണ്ടിംഗ് അപ്ഡേറ്റ്, ഇൻവെൻട്രി മെയിൻ്റനൻസ് എന്നിങ്ങനെ വിവിധ ജോലികൾ നിർവഹിക്കുന്ന വ്യത്യസ്ത ജീവനക്കാർ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഉപയോക്താവ് അവരുടെ റോൾ അടിസ്ഥാനമാക്കി ആവശ്യാനുസരണം ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ചില ടൈൽസ് ആക്സസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകും. മാത്രമല്ല, ഡാഷ്ബോർഡ് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിയന്ത്രിക്കപ്പെട്ട ഉപയോക്താക്കളെ അത് ആക്സസ് ചെയ്യാൻ അനുവദിക്കാനും നിങ്ങൾക്ക് കഴിയും. ഉദാഹരണത്തിന്, ഡീഫോൾട്ടായി ഡേറ്റ എൻട്രി ഉപയോക്താക്കൾക്ക് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ അനുവാദമില്ല. ഡേറ്റ എൻട്രി ഉപയോക്താക്കളെ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ എങ്ങനെ അനുവദിക്കാമെന്ന് നോക്കാം. Alt K അമർത്തുക. യൂസർ റോൾസ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. ഡേറ്റ എൻട്രിയിൽ എൻ്റർ അമർത്തുക. ഡിസലോ ദ ഫോളോയിങ് ഫെസിലിറ്റീസ് പരിശോധിക്കുക. ഡേറ്റ എൻട്രി ഉപയോക്താക്കൾക്ക് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ അനുവാദമില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ടൈപ്പ് ഓഫ് ആക്സസിന് കീഴിൽ എൻഡ് ഓഫ് ലിസ്റ്റ് തിരഞ്ഞെടുക്കുക. സേവ് ചെയ്യാൻ Ctrl A അമർത്തുക. തുടർന്ന് സെക്യൂരിറ്റി ലെവൽ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ എൻട്രി ഉപയോക്താക്കൾക്ക് ഡാഷ്ബോർഡ് ആക്സസ് ഉണ്ട്. ഡേറ്റ എൻട്രി ഉപയോക്താക്കൾ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ഒന്നോ അതിലധികമോ ടൈൽസ് ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചേക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവർ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുക. Alt K അമർത്തുക. യൂസർ റോൾസ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. ഡേറ്റ എൻട്രിയിൽ എൻ്റർ അമർത്തുക. ഡിസലോ ദ ഫോളോയിങ് ഫെസിലിറ്റീസ് എന്നതിന് കീഴിൽ ടൈപ്പ് ഓഫ് ആക്സസിൽ ഫുൾ ആക്സസ് തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് ഓഫ് റിപ്പോർട്ട്സിന് കീഴിൽ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റിലെ ടൈൽ എന്ന വാക്ക് അത് ഡാഷ്ബോർഡിലെ ഒരു ടൈൽ ആണെന്ന് വ്യക്തമാക്കുന്നു. ഇനി എൻഡ് ഓഫ് ലിസ്റ്റ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. സേവ് ചെയ്യാൻ Ctrl A അമർത്തുക. തുടർന്ന് സെക്യൂരിറ്റി ലെവൽ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡാറ്റ എൻട്രി ഉപയോക്താവിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് കമ്പനിയിൽ ലോഗിൻ ചെയ്യാം. Alt G അമർത്തുക. ഡാഷ്ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒരു ഡേറ്റ എൻട്രി ഉപയോക്താവിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി സ്റ്റൈൽ കാണാൻ കഴിയില്ല. അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി സ്റ്റൈലിൽ നിങ്ങൾക്ക് നോ ആക്സസ് അലൗഡ് എന്ന് കാണാം. മാത്രമല്ല, Alt A അമർത്തിയതിനു ശേഷം നിങ്ങൾ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി സ്റ്റൈൽ ചേർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോ ആക്സസ് അലൗഡ് എന്ന മെസ്സേജ് കാണാം. അതുപോലെ നിങ്ങളുടെ ആവശ്യാനുസരണം ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ടൈൽ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് മറ്റേതെങ്കിലും ഉപയോക്താവിനെ നിയന്ത്രിക്കാനോ അതുമല്ലെങ്കിൽ അനുവദിക്കാനോ കഴിയും. നന്ദി. ടാലി പ്രൈം ഫീച്ചറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ help.tallysolutions.com സന്ദർശിക്കുക. ഏറ്റവും പുതിയ വീഡിയോസ് കാണാൻ ടാലി സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.